ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് അഹിതം ചെയ്യുന്ന ആളുകളെ ശത്രുക്കളെന്നും നമുക്ക് ഹിതമായവ ചെയ്യുന്നവരെ മിത്രങ്ങളിലെന്നും നാം പറയാറുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിലുള്ള ശത്രു, ആരാണ് യഥാർത്ഥ മിത്രം എന്നാണെങ്കിൽ ഒരു കവി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശത്രുക്കൾ ദുർവൃത്തി, മിത്രങ്ങൾ സദ്വൃത്തി, വൃത്തിക്ഷയം കർമ്മമുക്തി, കർമ്മം വികർമ്മം അകർമ്മങ്ങൾ നേർവഴി, ആരറിയുന്നവൻ യോഗി. ശത്രുക്കൾ ദുർവൃത്തി. ആരാ വാസ്തവത്തിൽ ശത്രുക്കളെ? നമ്മുടെ ദുഷിച്ച പ്രവർത്തികളാണ് നമ്മുടെ ശത്രുക്കൾ. ശത്രുക്കൾ ദുർവൃത്തി, ദുഷിച്ച പ്രവർത്തികൾ, തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹം വരുന്ന പ്രവൃത്തിയാണ് അധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് നമുക്ക് ശത്രുവിനെ പോലെ നമ്മെ ദുഃഖിപ്പിക്കുന്നത്. ശത്രുക്കൾ ദുർവൃത്തി, മിത്രങ്ങൾ സദ്വൃത്തി. ഇനി ആരാണ് മിത്രങ്ങൾ? നമ്മുടെ തന്നെ നല്ല പ്രവൃത്തികളാണ് നമ്മുടെ മിത്രങ്ങൾ. ദുഷ്പ്രവൃത്തി കൊണ്ട് ദുഃഖവും ദുഷ്പ്രവൃത്തി കൊണ്ട് ദുഃഖവും സത്പ്രവൃത്തി കൊണ്ട് സുഖവുമാണ് ഏത് മനുഷ്യനും ലഭിക്കുന്നത്. അതിനാൽ നമ്മെ ദുഃഖിപ്പിക്കുന്നത് ആരാണ്? ശത്രുക്കളല്ലേ. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ആരാ? നാം ചെയ്യുന്ന കർമ്മം തന്നെയാണ്. മറ്റൊരാൾക്കും നമ്മെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. അവർ വാക്കുകളെ കൊണ്ട് ദ്രോഹിച്ചു എന്ന് വരാം, പ്രവർത്തികളെ കൊണ്ടും വാക്കുകൊണ്ടും അവർ എന്തെങ്കിലും ചെയ്താൽ തന്നെയും അതിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാം. അതിനാൽ നാം തന്നെ ചെയ്തതാണെങ്കിലോ, നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ നാം തന്നെ അനുഭവിച്ചേ പറ്റൂ. മറ്റൊരാൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ നാം പ്രതികരിച്ചില്ലെങ്കിൽ അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് നമ്മെ ബാധിക്കുകയില്ല. പക്ഷേ നാം ചെയ്യുന്നതോ നമ്മെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ശത്രു നമ്മുടെ ദുഷ്പ്രവർത്തികളാണ്. നമ്മുടെ മിത്രം നമ്മുടെ തന്നെ സത്പ്രവർത്തികളാണ്. അതാണ് ശത്രുക്കൾ ദുർവൃത്തി, മിത്രങ്ങൾ സദ്വൃത്തി, വൃത്തിക്ഷയം കർമ്മമുക്തി. നമ്മുടെ മനസ്സിൽ ഈ നല്ലതും ചീത്തയായിട്ടുള്ള സർവ കർമ്മ സംസ്കാരങ്ങളും ഇല്ലാതെയായാൽ പിന്നെ നമുക്ക് കർമ്മത്തിൽ നിന്നും മുക്തരാവാൻ സാധിക്കും. കർമ്മത്തിൽ നിന്ന് മുക്തരാവുക എന്നാൽ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നല്ല. കർത്തൃത്വത്തോടും ഫലേച്ഛയോടും കൂടി ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിപ്പിക്കും. ആ ബന്ധനം ഒഴിവാക്കാൻ സേവന മനോഭാവം ആദ്യം നമ്മൾ വളർത്തിയെടുക്കണം. അതിനാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. ഫലത്തിൽ ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൽ മാത്രമാണ് നമ്മുടെ കടമ. നമ്മുടെ കടമ നാം നിർവഹിക്കുമ്പോൾ നമുക്ക് അധികാരപ്പെട്ടതെന്തോ അവകാശം നമുക്ക് വന്നു ചേരും. അതിനാൽ നമ്മൾ വൃത്തിക്ഷയം കർമ്മമുക്തി, വൃത്തിക്ഷയം, ആ കർമ്മം നമ്മെ ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ, നിഷ്കാമവും കർത്തൃത്വബുദ്ധിയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മം നിഷ്കാമമാണ്. അത് നമ്മെ വൃത്തിയിൽ നിന്നും ക്ഷയിപ്പിക്കും, കർമ്മ സംസ്കാരത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതാണ്. കർമ്മം വികർമ്മം അകർമ്മങ്ങൾ നേർവഴി, ആരറിയുന്നവൻ യോഗി. കർമ്മം വികർമ്മം അകർമ്മം, 3 തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് കർമ്മം. കർമ്മമാണ് ജന്മത്തിന് കാരണം. അതിനാൽ ആ ജന്മത്തിനും ബന്ധനത്തിനും കാരണം ആകാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടതായ സ്വധർമ്മം, അവനവൻ ചെയ്യേണ്ടതാണ് കർമ്മം. ആ സ്വധർമ്മം ഫലേച്ഛയും കർത്തൃത്വബുദ്ധിയും കൂടാതെ ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അത് ചെയ്യുക തന്നെ വേണം. അതാണ് നാം ചെയ്യേണ്ടതായ കർമ്മം നാം ചെയ്യണം.
വികർമ്മം എന്നാൽ വികലമായ കർമ്മം, ചെയ്യരുതാത്ത കർമ്മം. മറ്റുള്ളവരെ ചതിക്കുക, അതുപോലെ കള്ളസാക്ഷി പറയുക, മറ്റുള്ളവരെ കുടുക്കിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ദ്രോഹപ്രവർത്തികൾ ചെയ്യുക, ഇതൊക്കെയാണ് വികർമ്മം എന്ന് പറയുന്നത്. വികലമായ കർമ്മം അല്ലെങ്കിൽ അധർമ്മം എന്നുകൂടി പറയാം. അപ്പൊ കർമ്മം, വികർമ്മം, അകർമ്മം. അകർമ്മം എന്നാൽ ഒന്നും ചെയ്യാൻ, എന്നാൽ ഞാൻ കർമ്മം തന്നെ ചെയ്യുന്നില്ല. മടിയന്മാരായ ആളുകൾ കർമ്മം ചെയ്യാതിരിക്കും, എനിക്കൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞു. അതും നമുക്ക് നല്ലതല്ല. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട സ്വധർമ്മം ചെയ്യുക തന്നെ വേണം. അതെങ്ങനെ ചെയ്യണം? ബന്ധിക്കാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. ബന്ധം വരുന്നത് എപ്പോഴാണ്? ഫലത്തിൽ ഇച്ഛയുണ്ടാകുമ്പോഴാണ്. പിന്നെ ഞാൻ ചെയ്യുന്നു എന്ന ആ അഹംബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിപ്പിക്കും. ബന്ധനം കൂടാതെ ചെയ്യണമെങ്കിൽ കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും കൂടാതെ അവനവൻ ചെയ്യേണ്ട കർത്തവ്യകർമ്മം ചെയ്യുക തന്നെ വേണം. അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും നമുക്കൊരിക്കലും അത് ബന്ധനത്തിന് കാരണവും ആവില്ല. അപ്രകാരം അവനവൻ കർമ്മം ചെയ്യുകയും തെറ്റായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും അതുപോലെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നതും ഉത്തമമായ മാർഗമല്ല. അതിലുത്തമം താൻ ചെയ്യേണ്ട കർമ്മം ചെയ്യുക, അത് കർത്തൃത്വ ബുദ്ധിയും ബലേച്ഛയും ഇല്ലാതെ ചെയ്യുക. അത് നമ്മെ ബന്ധിക്കുകയില്ല, അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇത് അറിയുന്ന ആളാണ് വാസ്തവത്തിൽ യോഗി എന്ന് പറയുന്നത്. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യേണ്ടത്. അതിനാൽ ശത്രുക്കൾ ദുർവൃത്തി, മിത്രങ്ങൾ സദ്വൃത്തി, വൃത്തിക്ഷയം കർമ്മമുക്തി, കർമ്മം വികർമ്മം അകർമ്മങ്ങൾ നേർവഴി, ആരറിയുന്നവർ യോഗിയാണ്. ആരാണോ ഈ കർമ്മവും അകർമ്മവും വികർമ്മവും അതിനെക്കുറിച്ച് അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണോ അവരാണ് നേർവഴി അറിയുന്നവർ, അവരാണ് യോഗി എന്ന് പറയുന്നവരും.